മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ +2 എക്കണോമിക്സ് ഓണം എക്സാമിനേഷൻ. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഓണം എക്സാമിന്, എക്കണോമിക്സ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ചോദ്യം, വരാൻ പോകുന്ന ഒരു ഭാഗം, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പല മക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് മെത്തേഡ്സ് ഇതിലുണ്ട്. അപ്പോൾ 4 മെത്തേഡ്സ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ്? പെർസെൻറ്റേജ് മെത്തേഡ്, മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് ലീനിയർ ഡിമാൻഡ് കർവ്, ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിസിറ്റി, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡുകളാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ളത്. പല മക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ഏരിയാസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഈ 4 മെത്തേഡ്സും ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ആദ്യം നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡ് തന്നെ പഠിക്കാം. ഇവിടെ നമ്മളൊരു ഇക്വേഷൻ ആണ് പഠിച്ചിരിക്കേണ്ടത്. അത് ഏതാണ്? ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇതാണ് നിങ്ങളോട് പഠിച്ചു വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അതിലൂടെ നമുക്കിത് പഠിക്കാം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 20 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്കാണ്. ദെൻ പ്രൈസ് കുറഞ്ഞ 5 രൂപയാകുന്ന സമയത്ത് 30 യൂണിറ്റ്സ് ആണ് ആ സെയിം കസ്റ്റമർ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതി വയ്ക്കാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഡെൽറ്റ ക്യൂ വേണം, ഡെൽറ്റ പി വേണം, പി വേണം, ക്യൂ വേണം. സോ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ആണ്. ഇവിടെ 20 ആണ് ആദ്യം, പിന്നെ 30 ആണ് ആവുന്നത്. സോ 10 ആയിരിക്കും ഉറപ്പായിട്ടും ആ ചേഞ്ച്. ദെൻ ഇനി ഡെൽറ്റ പി ആണ് നമുക്ക് വേണ്ടത്. അത് പ്രൈസിൽ വരുന്ന ചേഞ്ച് ആയിരിക്കുമല്ലോ. ദെൻ 10ൽ നിന്ന് 5ലേക്കാണ് പ്രൈസ് കുറയുന്നത്. സോ അവിടെ വന്നിട്ടുള്ള ചേഞ്ച് എത്രയാണ്? 10 - 5 ആണ്. ഇനി നമുക്ക് പി വേണം, അതുപോലെ തന്നെ ക്യൂ വേണം. പി എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള ഒറിജിനൽ അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രൈസ് ആണ്. ഇവിടെ മാറ്റം വരുന്നതിന് മുന്നേ ഉള്ള പ്രൈസ് 10 ആണ്. ദെൻ ക്യൂ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്, അതായത് മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ്. അതിവിടെ 20 ആണ്. സോ 20. ഇനി ഇത് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിന് ആൻസർ കിട്ടും. ദെൻ ഇവിടെ 10/5 ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 ആണ് ആൻസർ കിട്ടുന്നത്. 10/20 ചെയ്യുമ്പോൾ നമുക്ക് 0.5 കിട്ടും. സോ ഇതിൻ്റെ ആൻസർ 1 ആണ് വരിക. സോ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 ആണ്. ഇവിടെ കമൻറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇൻ കേസ് കമൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കമൻറ്റ് ചെയ്യാം? ഇത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ് ആണ്. ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ ഡിമാൻഡ് കർവിൽ ഓരോ പോയിന്റിലും ഓരോ ഇലാസ്റ്റിസിറ്റി ആണ്. ഇവിടെ സെൻറ്ററിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഏറ്റവും താഴെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, അതായത് 0 ആണെന്ന് ആലോചിക്കുക. ഇനി 1ൻ്റെയും 0ൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഉറപ്പായിട്ടും <1 ആയിരിക്കുമല്ലോ. സോ ഇവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നും ആലോചിക്കുക. ദെൻ ഇതേ ഡിമാൻഡ് കർവ് തന്നെ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ഏറ്റവും മുകളിൽ ഇൻഫിനിറ്റി ആണ്, അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുള്ളത് ആലോചിക്കുക. ഇനി ഈ 1ൻ്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിലുള്ള ദൂരം ഉറപ്പായിട്ടും >1 ആയിരിക്കുമല്ലോ, അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നും ആലോചിക്കുക. ഇനി ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇത്രയും ഡിമാൻഡുകൾ അല്ലെങ്കിൽ ഇത്രയും ഇലാസ്റ്റിസിറ്റീസ് നമ്മളോട് ലീനിയർ ഡിമാൻഡ് കർവിൽ വരച്ച് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം നമ്മളൊരു ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു. സെൻട്രൽ ഉറപ്പായിട്ടും അതായത് യൂണിറ്ററി ആണ് എന്നുള്ളത് ആലോചിക്കുക, =1 ആണെന്നുള്ളത് ആലോചിക്കുക. ദെൻ അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ 0 ആണെന്നും അതിനിടയിലുള്ള ദൂരം <1 ആണെന്നുള്ളതും ആലോചിക്കുക. ദെൻ ഇവിടെ ഏറ്റവും മുകളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം. സോ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉറപ്പായിട്ടും >1 ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഈ സെയിം മെത്തേഡിൽ തന്നെ, അതായത് ഈ സെയിം ലീനിയർ ഡിമാൻഡ് കർവിൽ തന്നെ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. അത് നമുക്കറിയാം, നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അത് Q = A - BP ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഇതാണ്. ED = -BP / A - BP. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഇക്വേഷനിൽ എന്തുണ്ട്? A ഉണ്ട്, അതുപോലെ തന്നെ B ഉണ്ട് അല്ലേ? നമുക്കറിയാം A - BP ആണ്. A ഉണ്ട്, B ഉണ്ട്. പ്രൈസും നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. ഇത്രയും കാര്യങ്ങൾ മതിയല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ -2 ഇൻറ്റു പ്രൈസ് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എയുടെ സ്ഥാനത്തുള്ളത് 20 ആണ്, ബിയുടെ സ്ഥാനത്തുള്ളത് 2 ആണ്. ദെൻ ഇൻറ്റു 3. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആൻസർ കിട്ടും. സോ ഇവിടെ -6 / 20 - 6. സോ -6 / 14. -6 / 14. സോ 6 / 14 0.42 എന്നൊരു
0.42 എന്ന ആൻസർ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയും ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം ലീനിയർ ഡിമാൻഡ് ആണെങ്കിൽ. ഇനി നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതും ലീനിയർ ഡിമാൻഡ് കർവിൽ തന്നെയാണ്, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ബി എന്നുള്ള പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ബിയുടെ ലോവർ സെഗ്മെന്റ് ഈ ഒരു ബി സി എന്നുള്ള പോർഷനാണ്. ബിയുടെ അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള പോർഷനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മെഷർമെൻറ്റ് നമുക്ക് തരും. ഇതിപ്പോൾ 15 സെൻറ്റിമീറ്ററും ഇതൊരു 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 10, അതായത് നമുക്ക് 15 ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 1.5 ആണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് കണ്ടുപിടിക്കാം. ഇത് കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവിൽ മെഷർമെൻറ്റ് ഈ രീതിയിൽ തരുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മുടെ അവസാനത്തെ മെത്തേഡിലേക്ക് പോകാം, അതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതും നമ്മുടെ പെർസെൻറ്റേജ് മെത്തേഡ് പോലെ തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെ അല്ല പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ എക്സ്പെൻഡിച്ചറും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാനെന്ന് പഠിക്കുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഈ ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ ആണ്, അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ നമുക്ക് എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇലാസ്റ്റിസിറ്റി മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പ്രൈസും എക്സ്പെൻഡിച്ചറും മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ, അതായത് പ്രൈസ് കൂടുന്നു എക്സ്പെൻഡിച്ചർ കുറയുന്നു, പ്രൈസ് കുറയുന്നു എക്സ്പെൻഡിച്ചർ കൂടുന്നു, അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1 ആയിരിക്കും, അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ദെൻ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു എക്സ്പെൻഡിച്ചറിൽ ഒരു മാറ്റവും ഇല്ല എന്നാണെങ്കിൽ അത് യൂണിറ്ററി ആയിരിക്കും എന്നാണ് പറയുന്നത്, അതായത് ഇ ഡി ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ഇനി പ്രൈസും എക്സ്പെൻഡിച്ചർ മൂവ് ചെയ്യുന്നത് സെയിം ഡിറക്ഷനിലാണെങ്കിൽ, അതായത് പ്രൈസ് കൂടുന്നു എക്സ്പെൻഡിച്ചർ കൂടുന്നു, പ്രൈസ് കുറയുന്നു എക്സ്പെൻഡിച്ചർ കുറയുന്നു എന്നാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും എന്നാണ് പറയുന്നത്, അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ 3 ഇലാസ്റ്റിസിറ്റീസ് ആണ് നമുക്ക് ആ റിലേഷൻഷിപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ പ്രൈസും ഡിമാൻഡും തന്നിട്ടുണ്ട്, അതായത് പി ഉണ്ട് ക്യൂ ഉണ്ട്. നമ്മൾ എക്സ്പെൻഡിച്ചർ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ഇവിടെ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് നോക്കണം. സോ 11 × 6 ചെയ്യുന്ന സമയത്ത് നമുക്ക് 66 കിട്ടും, 12 × 5 ചെയ്യുമ്പോൾ 60 കിട്ടും, 15 × 4 ചെയ്യുമ്പോൾ 60 കിട്ടും, 22 × 3 ചെയ്യുമ്പോൾ 66 കിട്ടും. ഇനി ഇവിടെ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. ഇവിടെ പ്രൈസ് കൂടുന്നു എക്സ്പെൻഡിച്ചർ കുറയുന്നു, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അത് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ പ്രൈസ് കൂടുന്നുണ്ട് പക്ഷേ എക്സ്പെൻഡിച്ചറിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇ ഡി ഈക്വൽ ടു 1 ആണ്, അല്ലെങ്കിൽ യൂണിറ്ററി ആണെന്ന് പറയാം. ഇനി ഇവിടെ പ്രൈസ് കൂടുന്നുണ്ട് പക്ഷേ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ കൂടുകയാണ് ചെയ്യുന്നത്, അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ല സെയിം ഡിറക്ഷനിലാണുള്ളത്. സോ ഇ ഡി ലെസ് ദാൻ 1 ആയിരിക്കും. ഈ രീതിയിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലും നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഈ 4 മെത്തേഡുകളാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഓണപരീക്ഷ ആയതുകൊണ്ട് തന്നെ ഈ 4 മെത്തേഡുകളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.